എന്റെ ആണ്ട് കുതിര വരുന്നത് നമുക്ക് ആ കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ കിളികിളിന്ന് പറഞ്ഞു പോയാലോ? അല്ലെങ്കിൽ വേണ്ട വെള്ളത്തോട്ട് എടുത്താക്കി ചാടിയാലോ? നീ എന്ന് അടി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വരുവാണ്. നീ ആ തല തുണിയൊക്കെ ഒന്ന് മാറ്റാം. എന്റെ ദൈവമേ, നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു നാണക്കേടാ നമ്മളെ കണ്ടോണ്ട് പോരണ്ടോ? നേരത്താണോ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഞാൻ എന്റെ കെട്ടികളുമായിട്ടല്ലേ ടൂർ വന്നേക്കുന്നത്, അല്ല നിന്റെ അനിയത്തിയായിട്ടൊന്നും അല്ലല്ലോ. സമാധാനപ്പെടുന്നു നീ. എന്നാലും നമ്മുടെ മോനോട് അമ്പലത്തിൽ പോണെന്നും പറഞ്ഞിട്ട് കള്ളത്തരം പറഞ്ഞ് എന്തിനാ ഈ ഊട്ടിയിലൊക്കെ ടൂർ വന്നത്? ഇനി 24 വയസ്സുള്ള ചെറുക്കനെ പിടിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? അവനോട് പറയാൻ പറ്റുമോ അപ്പനും അമ്മയും കൂടെ ഊട്ടി ചെന്നിട്ട് ചില്ലെടുക്കാൻ വേണ്ടി വന്നതാണെന്ന്? അതുകൊണ്ടല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്ന പറഞ്ഞ് നൈസായിട്ട് പൊങ്ങിയത്. ഇതാ ഞാൻ അവനെ ഒന്ന് വിളിക്കാം. ഒന്ന് വിളിക്കാം, എന്തോടുക്കുമായിരിക്കും ഒന്ന് ചോദിക്കാം. ഹലോ, ആ നീ നിനക്കറിയാമല്ലോ, ഞാൻ അവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ആ വരയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോട്ടോ പോന്നാ നിന്റെ മൂട്ടുകാരുടെ തല്ലി പൊട്ടിക്കും. ആ ശരി ശരി വെച്ചോ. ആ അതൊക്കെ പറഞ്ഞ പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ പിള്ളേർ പഴിച്ചു പോകുന്ന കാലമായത്. എന്തിനാ അവന്റെ നേരെ എന്നും ഇങ്ങനെ ബഹളം വെക്കുന്നത്? ഞാൻ അങ്ങനെയാ എന്റെ കൊച്ചിനെ വളർത്തുള്ളൂ. അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ടോ കയ്യെ തോളത്ത് കൈ വിട്ടോട് പോകുന്നോണ്ട് ആണ് പെണ്ണു അതുപോലെ നടക്കും. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പറട്ടെ അക്കരെ മുത്തേ, ഞമ്മ വന്നിരിക്കുന്നതിനകത്ത് 2 ദിവസം അവിടെ നിന്നൊക്കെ ഒന്ന് മാറി ഊട്ടിയിലൊക്കെ വന്ന അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടല്ലേ ചക്കരെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നീ ഇപ്പൊ തന്നെ നോക്കിക്കേ, ഈ വെള്ളച്ചാട്ടവും ഇവിടുത്തെ തണുപ്പും ഈ കാലാവസ്ഥയും ഒക്കെ തോന്നുമ്പോ എന്റെ ചക്കുരുമത്തിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോടി? തോന്നുന്നുണ്ട് എന്തുവാടി എന്നെ തോന്നുന്നേ? വലിവ് കൂടുന്നെന്ന് തോന്നുന്നു ചേട്ടാ. ഇവിടെയൊക്കെ വിളിച്ചോണ്ട് വല്ല ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് പോകാനുള്ള അതിനെ ചുമന്നോണ്ട് ഞാൻ ഊട്ടിക്ക് വന്നു. അയ്യോ വേണ്ട, ബാഗ് ഞാൻ എടുത്തോളാം. ഇതിനകത്ത് എന്തുവാടി ഇരിക്കുന്നേ? എണ്ണയും കുഴമ്പും മറിയും. ഒരു മിനിറ്റ്. പിന്നെ ഈ വേഷത്തിൽ നിൽക്കുന്ന നിങ്ങളെ മാർത്താണ്ഡവർമ്മ തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റും. എന്നാ പോലെ ഞാൻ മലയാളിയാണോ? ഞാൻ ഇവിടെ കച്ചവടത്തിന് വന്നല്ലേ. ശരി, അത് വന്ന് എന്നെ തെറിയുമോ? ഞാൻ മലയാളിയാടാ കണാപ്പ. അതെ, ഞങ്ങൾക്കൊരു റൂം വേണം. ഞാനും ഭാര്യയും ഭർത്താവും ഞങ്ങളങ്ങ് നാട്ടിൽ നിന്ന് വരുമായിരുന്നു. നാട്ടിൽ നിന്ന് വരുവാ? അതെ അതെ. അപ്പൊ റൂമൊക്കെ വേണം. 2 ദിവസം എന്നാണേലും ഞങ്ങൾ ഊട്ടി ഞങ്ങൾ പൊളിക്കും. ഞങ്ങൾ ഈ കോലത്തിലാണോ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കുന്നത്? ഈ കോലത്തിലല്ല അടിച്ചു പൊളിക്കേണ്ടത്. ഇവിടെ അതിനേക്കായിട്ട് ഒരു കോസ്റ്റ്യൂം സെൻസ് ഉണ്ട്. ഈ രീതിയിലല്ല. അല്ല, ഞാൻ എടുത്തു തരാം. നിന്നോണ്ടിരുന്നാ പോരാ. കണ്ടോ, ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇടണം. ആണോ? ആ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചോ എടുത്തോ. ഇതുപോലെ കിട്ടിട്ട് വേണം ഇവിടെ വരാനെ കൊണ്ട്. അങ്ങനെയാണല്ലേ? അപ്പം മറ്റേ റൂമിന്റെ കാര്യം എനിക്കിവിടെ റൂമുണ്ടെന്ന്. പിന്നെ ഹൈലാൻഡ് ഇവിടെ കുളിക്കാൻ നല്ല ഹൈലാൻഡ് റൂം അടിച്ചാലോ? റൂമുണ്ട് ചേട്ടാ, നമുക്ക് വേഗം റൂമിലോട്ട് പോകാം. നീ എന്റെ റൂട്ടിലോട്ട് വന്നത്. റൂമിലോട്ട് ചെന്നിട്ട് മരുന്ന് കഴിക്കണം. പ്രഷർ കൂടിയെന്ന് തോന്നുന്നു. നെഞ്ചത്ത് കുത്തി വലിച്ചു പറിക്കും. കഴുകലാണോ നീ? പോ നടക്ക്. റൂമിലോട്ട് ചെല്ലു. എവിടാ റൂം? അവിടെ ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഈ രണ്ടും കൂടെ എന്റെ ടൂറിസ്റ്റ് കേന്ദ്ര ആയുർവേദ വൈദ്യശാല ആക്കുവേ. ഹലോ ഹലോ, ആ പറയളിയാ. സേഫായിട്ട് എത്തിയാ? സേഫായിട്ട് എത്തിയില്ലേ? ആരടുത്തും പറയില്ല അളിയാ. ഇല്ലല്ലേ, അതുകൊണ്ടല്ലേ രണ്ടുപേരെ കയറ്റി വിട്ടത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ പെണ്ണിനെ നിന്നെ വിശ്വസിച്ചാണ് അവൾ ഇറങ്ങി വന്നേക്കുന്നത്. അവള് നല്ല പേടിച്ച് നിൽക്കുമായിരിക്കും അല്ലേ അളിയാ? സത്യോളിയാ, അവൾക്ക് ഭയങ്കര പേടിച്ച് അവള്. സത്യോളിയാ, ഇതുപോലെ പേടിയുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. പേടിച്ച് അവളെ നിന്ന് വിറയ്ക്കണം അവള്. തന്നെ നിങ്ങൾ ചെന്ന ഉടനെ കുതിരപ്പുറത്ത് കയറിയല്ലേ? അന്തരാ അല്ല, കുതിരക്കുളമ്പടി ശബ്ദമൊക്കെ കേൾക്കുന്നത്. കുളമ്പടിയല്ല, എന്നെ മുട്ട് കൂട്ടിയിരിക്കണാ പുല്ല. നീ വെച്ചിട്ട് പോണാ അവിടെ നിന്ന്. എല്ലാം സേഫാണ് ഏട്ടാ, എല്ലാം സേഫാണ്. എനിക്ക് ആകെപ്പാടെ എനിക്ക് വീണ്ടും ടെൻഷൻ കയറുന്നുണ്ട്. എനിക്ക് എന്തിനെങ്ങനെ കിടന്ന് ടെൻഷൻ ആവണേ? എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞ് അച്ഛൻ അറിയുമ്പോ അറിയും. പിന്നെ സുധി ഇനി എനിക്ക് എന്തൊക്കെയാ വാങ്ങിത്തരാ? നോക്ക്, ഞാൻ പറഞ്ഞ ഒരു വലിയ വീട് വെച്ച് തരും. പിന്നെ നല്ലൊരു AC മേടിച്ചു തരും. പിന്നെ നല്ലൊരു കാർ മേടിച്ചു തരും. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ മേടിച്ച് തരില്ല, ക്ലോക്ക്. അതെന്താ സുധി? നീ ഉള്ളപ്പോ സമയം പോണ അറിയോ? സുധിയുടെ ഒരു കാര്യം.
ഹലോ ആ ഹലോ കമുകി കമോമാർ ആ ഹലോ ഹലോ ആണ് ഈ ഹലോ. നിങ്ങൾ എന്തായാലും അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കാണല്ലോ. റൂമൊക്കെ ഉണ്ട്. അല്ല ഞങ്ങള് കല്യാണം കഴിഞ്ഞാണോ? അല്ല, ഇവിടുത്തെ സ്ഥലം മാത്രം കണ്ടാ പോരല്ലോ. ദേ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഇരുന്ന് നിരങ്ങാനുള്ള സാധനമുണ്ട്, ആടാനുള്ള ഊഞ്ഞാലുണ്ട്, റൂമുണ്ട്. റൂം വേണ്ട. അല്ല സുധി, നമുക്ക് ഇന്ന് രാത്രി കിടക്കാൻ റൂം വേണ്ടേ? കറക്റ്റാണല്ലോ. ഹലോ സുഹൃത്തെ, റൂം വേണം കേട്ടോ. വേണോ? വേണം വേണം. ഇവിടെ നേരെ അങ്ങോട്ട് ചെന്നാ മതി. ആ. നേരെ അവിടെ ചെല്ലുമ്പോഴേ ഹൈലാൻഡ് ഹൈലാൻഡ് ഹോട്ടൽ 2 റിസോർട്ടാ അപ്പുറത്തുണ്ട്. അവിടെ ചെല്ലുമ്പോ എന്റെ ഭാര്യ ഉണ്ട്. ഭാര്യയുണ്ട്. കാര്യം പറഞ്ഞാ മതി, ഒരു പ്രശ്നമില്ല കേട്ടോ. ധൈര്യമായിട്ട് ചെന്നോ, ഒരു പ്രശ്നമില്ല. ബാഗെട് ബാഗെട് ബാഗെട്. ഓ ഈശ്വര, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇനിയും വരണേ. അടി വാത്തത്താറാവും. നല്ല രസം. ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞ ഒരു 20-21 വയസ്സാ. 18. സത്യം. എനിക്ക് കഴിയേല. ഇതുപോലെ ആ നാട്ടിൽ കൂടെ കാക്കി നടന്നാ മതിയായിരുന്നു. അതല്ല ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇത്രയും പ്രായം കുറയുമ്പോ എന്റെ ഭാര്യ സരോജിനിക്ക് എന്തോരം പ്രായം കുറഞ്ഞ് കാണും. കരീന കപൂർ. സരോജിനി ഓ ഇത് എന്തുവാടി, അടിവേറിന് വല്ല വേദനയുണ്ടോ? നിനക്ക് എന്നാ പറ്റി? ഇല്ല, അടിപ്പാവാട കെട്ടുന്ന പോലെ ഇത് മുറുകുന്നില്ല. വിട്, അവറ്റത് വിട്. അങ്ങനല്ല ഇടി, എടി അത് അഴിഞ്ഞു പോകുന്ന സാധനമല്ലെന്ന്. നീ അതൊക്കെ ഇതൊക്കെ ഇട്ട് പരിചയമില്ലാത്തോണ്ടാ. കുറുക്കമില്ലേ? പ്ലെയർ വല്ലതും കിട്ടണ തൊലി കൂട്ടി ഞാൻ കറങ്ങി നോക്കട്ടെ. അയ്യോ വേണ്ട. ഇതാടി ഇങ്ങോട്ട് വന്നേ. ഊരിപ്പോത്തില്ലല്ലോ. ഇല്ലടി, ഓ നിന്നെ കണ്ട സത്യം പറഞ്ഞോണ്ടല്ലോ ഒരു 15 വയസ്സേ പറയുള്ളൂ. ഞാൻ കാര്യം ചെയ്തല്ലോ, നോക്കി മൊബൈലിൽ തൈരുമുളക് കൊണ്ടാട്ടം കളിച്ചാൽ ആ തൈരുമുളക് കൊണ്ടാട്ടം, ആ കൊണ്ടാട്ടം കൊണ്ടാട്ടം, തൈരുമുളക് കൊണ്ടാട്ടം. ഇത് തൈരുമുളക് കൊണ്ടാട്ടമല്ല, മുതുക്ക് കൂത്താട്ടവാ. എടി നീ എന്തെങ്കിലും ഞാൻ നന്നായിട്ട് എന്തെങ്കിലും ചെയ്താൽ നീ നല്ലതാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാലും എനിക്ക് അതല്ല. എനിക്ക് കോംപ്ലക്സ് ഞാൻ അതൊന്നും നല്ലതാണ്. അല്ല. നമ്മുടെ കൊച്ചനിപ്പോ വല്ലതും കഴിച്ചിട്ടുണ്ടാകുവോ? അവൻ കുഞ്ഞിലെ ഉണ്ടായപ്പോഴും എനിക്ക് ഒന്ന് ശല്യം. വിളിക്കരുതോ? അനില്ല, ഞാൻ വിളിക്കാം, നീ സമാധാനപ്പെടും. വിളി. മസിൽ കയറുന്നുണ്ടാകാല്ലേ? അങ്ങോട്ടേക്കാനും പോയിരിക്കില്ലേ? ഞാൻ ഇരിക്കാം, എനിക്കൊന്ന് വർത്താനം പറയണം എന്റെ കൊച്ചനോട്. എന്തിനാ പേടിപ്പിക്കുന്നത്? ഹലോ അച്ഛൻ വിളിക്കുന്നുണ്ടല്ലേ? ഹലോ ആ അച്ഛാ. സ്റ്റാൻഡ് അപ്പ്. ആ സിറ്റ് ഡൗൺ. ആ എബൌട്ട് ദാറ്റ്. ആ നീ എന്നാണ് പോണവിടെ? ഞാൻ കിച്ചണിൽ കയറി ഒരു ബുൾസ ഉണ്ടാക്കി തിന്നാന്നൊക്കെ വിചാരിച്ചു. ബുൾസ് അടിക്കണോ? കഴിക്കാൻ വളരെ കൊടുക്കാം ഞാൻ. ആ അച്ഛ എവിടെയാ? ഞാൻ അമ്പലത്തിൽ നിൽക്കുന്നു, കേട്ടില്ലേ? അമ്പലത്തില് എന്താ അമ്പലത്തിൽ മണിയടി ഉച്ചക്ക് ദീപാരാധന നടന്നുകൊണ്ടിരിക്കുക, കേട്ടില്ലേ? നട്ടുച്ചക്ക് ദീപാരാധന. ആ അത് ഇവിടെ പോത്തിക്ക് വൈകുന്നേരം എങ്ങാണ്ട് ഒരു കയറി താമസം ഉണ്ട്, പുള്ളിക്ക് അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ നടത്തിച്ചങ്ങ് പോവാണല്ലേ. ചുമ്മാ റെഡി. നീ വേണ്ട, വളരെ കൊടുക്കാം. മക്കളെ, ആ പറയാമ്മ. വല്ല കഴിച്ചോടാ മക്കളെ? ആ കഴിച്ചമ്മ, കഴിച്ചോണ്ടിരിക്കണ. നീ കഴിക്കുമ്പോഴേ ആ അവക്കൂടെ കൊടുക്കണേ മക്കളെ. അറിഞ്ഞടി, അറിഞ്ഞതേ. എന്താടാ മോനെ ഒന്നും മിണ്ടാത്തെ? ആർക്കമ്മ? കിങ്ങിണി പൂച്ചക്കേ. കിങ്ങിണി പൂച്ചക്കാ? ആ. കിങ്ങിണി പൂച്ചക്ക് ഇനിയിപ്പൊ ഞാൻ കൊടുത്തല്ലേ അമ്മ പറ്റുള്ളൂ. ഞാൻ കൊടുക്കാമ്മ. എന്നാ ശരി മക്കളെ, അച്ഛന്റെ കൊടുക്കാം മക്കളെ. അച്ഛാ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഞാൻ അവിടെ ഒരു വരയിട്ടുണ്ട്, ആ വരയ്ക്ക് അപ്പുറത്തോ നീ പോകരുത്. ഇല്ല അച്ഛാ. ആ ശരി, വെച്ചോന്നാ. നമുക്കതുകൊണ്ട് ആ മല ഉണ്ടോ, ആ മലയുടെ മുകളിലോട്ട് കയറിയേച്ച് അവിടെ കിടന്നിട്ട് തൈരുമുളക് കൊണ്ടാട്ടം, ആ തൈരുമുളക് കൊണ്ടാട്ടം കളിച്ചില്ല. ഒന്ന് നിർത്ത്, തൈര് മുളക് കൊണ്ടാട്ടം. ഇത്രയും വലിയ മലയുടെ മേളിൽ കയറിയ എനിക്ക് തല കറങ്ങും. നീ റൂമിലോട്ട് കാണിച്ചു കാലുവേദന എടുക്കുന്നു, കുഴമ്പിട്ടതാ. കുഴമ്പ് നോക്കാത്ത അങ്ങോട്ട് നീ അങ്ങ് കയറി ചെല്ലും. പോ. എന്ത് തണുപ്പാ. അതിനകത്തങ്ങ് ഇരിക്കുന്നു. സത്യം കേട്ടാ, എനിക്ക് കുളിരണ. ഞാൻ ഒരു സിഗരറ്റ് വലിക്കണ്ട. തരത്തിലും സിഗരറ്റ് വലിക്കോ? അങ്ങനെ എപ്പോഴും ഇല്ല, തോന്നുമ്പോ മാത്രമേ വലിക്കുള്ളൂ. തോന്നുമ്പോ മാത്രം വലിച്ചാ മതി. ഒന്നേ വലിക്കുള്ളൂ. ഒന്ന് ഒരെണ്ണം വലിച്ചോ. തണുപ്പല്ലേ, അതുകൊണ്ടാണ്. എങ്ങനെ അണ്ണാച്ചിരി എന്ന് സിഗരറ്റ് വെച്ചിട്ട് ഇപ്പൊ വരെ അടി നിക്കറ കെട്ടിക്ക. അപ്പൊ കാണാം അണ്ണാച്ചി സിഗരറ്റ് എടുക്കാങ്ങളാ. ഓടാ വേട്ടാവളിയാ, ഏൻ കയ്യിലെ സിഗരറ്റ് കിടയാത്. ബാക്കിയുള്ള വലിച്ചോണ്ട് നിൽക്കുക, അന്നേരം അവന് സിഗരറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടൂലെന്ന്. കിട്ടൂലേ? ഒരു ഐസ്ക്രീം കുടിച്ചാ? വാ, ഐസ്ക്രീം കഴിക്കാം. വാ. തണുപ്പത്ത് ഐസ്ക്രീം. ആ, സുധി. മുതലാളിയുടെ മോളം തട്ടിക്കൊണ്ടവൻ ആരായാലും കുത്തി പരത്തിക്കളയും. എവിടാ? ഇത് കേരളമല്ല, ഇവിടെ പറയാനായിട്ട് തമിഴ്നാടാ.
ഇവിടെ മലയാളം മനസ്സിലാവത്തില്ല. കുത്തി മണത്തി കണ്ടേ ഒരു ഇൻട്രായും വേണ്ട, ഞാൻ ഒന്നാ ദഹിച്ചു നിൽക്കാ പറഞ്ഞേ. എടാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്റെ മോളെ പൊക്കി എടുത്തോണ്ട് വരെ ഇവിടെ പിടിക്കണം. അവൻ ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പറഞ്ഞ മനസ്സിലായല്ലോ. കണ്ടാ ഇവനാണ് ആ പയ്യൻ. ഇതിനെ മുതലാളി ഇന്നലെ തുടങ്ങി കാണിക്കുന്നത്. അത് ഞാൻ ഇന്നലെ പോലെ ഇത് തന്നെ നിന്നെ കാണിക്കുന്നത് ഞാൻ. എടാ ഇതേപോലത്തെ വേട്ടാവളി നമ്മുടെ പലരെയും വിളിച്ചോണ്ട് വന്ന് ആമാരെല്ലാം എന്നെ മോഹത്തെ അടിച്ച് കറക്കിട്ടാ പോയത്. ഒരു അബദ്ധം പറ്റിപ്പോയല്ലേ ഇന്ന് മുതലാളി. അബദ്ധം പറ്റരുത്. പറ്റില്ല. ഇവനെ പൊക്കി എന്റെ കൂടെ കൊണ്ടുവരണം, എന്റെ മോളെ പൊക്കി ഇവിടെ കൊണ്ടുവരണം. ഞാൻ പോക്കി കൊണ്ടുവന്നിരിക്കും. ഒരു ഐഡിയ. എനിക്കൊരു ഇനി ഒന്നേ ഇപ്പൊ മുതൽ ഉച്ചയായി. ഈ സമയത്ത് എന്റെ മോള് ചോറ് കഴിക്കുന്ന സമയമാണ്. ഞങ്ങളെന്താ മണ്ണ് വരെ എടുക്കുന്നത്. പിന്നെ കറക്റ്റ് 1 മണിക്ക് എന്റെ മോള് ഊണ് കഴിക്കും. അപ്പൊ ഇവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കറക്റ്റ് ആയിട്ട് അവള് കാണും. അവിടെ നമ്മളെ പോക്കണം. ഞാൻ പൊക്കിയിരിക്കും. ഒരു 500 അങ്ങോട്ട്. അതെന്തിന്? ഇവർ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള പോകും. അപ്പൊ എനിക്ക് ഓർഡർ കഴിച്ചാലേ ഇത് പിടിക്കാൻ പറ്റും. ഐഡിയ 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 ഐഡിയ. അത് കൊള്ളാം, അത് കൊള്ളാം. ഇത് പിടിച്ചോ. ഒരു 200 കൂടെ ഇടും. അതെന്തിന്? മുതലാളി ഈ കഴിക്കുന്നതിന് മുമ്പ് 2 അടിക്കുന്ന പതിവുണ്ടല്ലോ. സൂപ്പർ ഐഡിയ, സൂപ്പർ ഐഡിയ. പക്ഷെ പൊക്കിക്കൊണ്ട് വരണം. ഉറപ്പായിട്ടും പൊക്കിക്കൊണ്ടുവരും. ഈ അടുത്തൊന്നും മുതലാളിയുടെ മുളക്ക് എനിക്ക് കിട്ടല്ലേ. എന്താടാ? അല്ല ഞാൻ പൊക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞു. വരണം. മുതലാളി ചേട്ടാ എന്റെ കാലുവേന മാറി. ഇനി നമുക്ക് മലയുടെ മേളിൽ കയറാം. മലയുടെ മോളിൽ നീ നിന്റെ വേറെ വല്ലവനെ വിളിച്ചോണ്ട് കയറ്റിയാൽ മതി. എന്ത്? ഉള്ള കുഴമ്പ് വല്ല ഇട്ട് തടവി തടവി ബാക്കിയുള്ളവന്റെ നടുവ് വല്ല ഇതായിട്ടിരിക്കാൻ നേരത്തെ ഇനി ഹലോ, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് വരുവാ. അതെ, 27 എന്റെ മോളെ കല്യാണമാണ്. സന്തോഷമുണ്ട്. ഞങ്ങൾ തലേ ദിവസം ഞാൻ ഇവളോട് അങ്ങ് വന്നേക്കാം. കുഴപ്പമില്ല. അതല്ല പറഞ്ഞത്, 27 എന്റെ മോളെ കല്യാണമായിരുന്നു. അതിന് ഒരുത്തർ ഇവിടെ വേട്ടാവളി അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നവൻ. എന്റെ പെണ്ണിനെ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവന്നേക്കും. പോയി വലിച്ചോണ്ടിരിക്കണോ പോയി? എടാ മക്കളെ വളർത്തണം, നല്ല അന്തമായിട്ട് വളർത്തണം. അല്ലാതെ ഇങ്ങനെ കട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ അതിനൊക്കെ എന്റെ മകൻ ഒരു വര വരച്ചിട്ടുണ്ട്. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോല. ഇപ്പോഴും ഞാൻ പിടിച്ചപ്പോ മുൾസ അടിക്കാം. മുൾസ വീട്ടിൽ ഇരുന്നുണ്ട്. അങ്ങനെ വേണം മക്കളെ വളർത്താൻ വേണ്ടിട്ട്. നീ അങ്ങോട്ട് നിൽക്കണി. അങ്ങോട്ട് പെണ്ണിന്റെ ഫോട്ടോ ഉണ്ട്, കാണിച്ചു പെണ്ണിന്റെ ഫോട്ടോ ഇതാ, എന്റെ മോളെ ഫോട്ടോ. നോക്കട്ടെ. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. അവന്റെ ഉണ്ടോ? അവന്റെ ഫോട്ടോ അവന്റെ ഇങ്ങോട്ട് കാണിക്കാം. എന്നിട്ട് അവനെ അല്ല നമുക്ക്. അല്ല അല്ലെങ്കിൽ കാണട്ടെ കാണട്ടെ. എന്തിനാ വല്ലവന്റെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത്? അല്ല പിള്ളേർ അറിയണ്ടേ നമുക്ക്? ഇവിടെ ഇരി. സുധി, നമുക്ക് സിനിമ ഐസ്ക്രീം അല്ലല്ല, നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് സിനിമ കാണാം. വേണ്ട. അപ്പൊ എന്തെങ്കിലും സിനിമ കണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. സിനിമ കണ്ടിട്ട് ഐസ്ക്രീം കഴിക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ കൂടെ കഴിച്ചാലോ? അച്ഛാ, ഏ? എടാ, അയ്യോ, അച്ഛാ, എടാ. അച്ഛാ, വേണ്ട അച്ഛാ. എടാ, അച്ഛാ, കിട്ടി, പാവം കിട്ടി, അച്ഛാ. കാരണവരെ, അച്ഛാ, കാരണവരെ, അച്ഛാ, കാരണവരെ, പാവം കിട്ടി, അച്ഛാ. കിട്ടി, വിടരുത്, വിടരുത്. അതേപോലെ ഉണ്ട്. ഊരി പോവരുത്. ഒന്നും വേണം. കോഴിക്കട ജോലി ചെയ്യുന്ന എന്റെ അവൻ ഊരിപ്പോയത്. പൂക്കളിനകത്തോട്ട് കൈ കട്ടണം. ഇവനെ ഉണ്ടല്ലോ. അവനെ അല്ല അടിക്കേണ്ടത്, അവന്റെ തന്തയുടെ മണ്ട അടിച്ച് പൊളക്കാ വേണ്ടത്. അറിയാമോ? ഇവനെയൊക്കെ, ഇപ്പൊ പരിചയപ്പെട്ട ഈ സഹോദരനെ ഒരു മിനിറ്റ് ഞാൻ വിളിച്ചോട്ടെ. ചെല്ലാ വായി നോക്കി. എടാ മഹാഭാവി, നീ ഞാൻ വിളിച്ചപ്പോ എന്നോട് പോരുന്ന പറഞ്ഞേ? അടുക്കളയില് ബുൾസ് അടിച്ചോണ്ട് ആ ചീനിച്ചട്ടിയിലാണോടായിരുന്നു പുളിച്ച് അടിച്ചോണ്ടിരുന്നത്. അച്ഛൻ അമ്പലത്തിലെന്നല്ലേ പറഞ്ഞു. അച്ഛൻ അമ്പലത്തിൽ പോവും, പള്ളിയിൽ പോവും. ഞാൻ എവിടെ പോലും ഞാൻ തന്ത അടിച്ച് എവിടെ പോവും? എന്നെ നാണം കെടുത്തിട്ട് ജീവിക്കാനാണ് നിന്റെ ഭാവം. കൊന്നു കളയുള്ളൂ. നിനക്ക് അച്ഛനമ്മ ഉണ്ടോടാ? അച്ഛനമ്മ ഉണ്ടോടാ? അച്ഛനമ്മ ഉണ്ടെങ്കിൽ നീ അവരെ വിളിച്ചോണ്ട് വാ. നമുക്ക് എന്തായാലും കാര്യം ഇവിടെ വരെ ആയല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശ് നഷ്ടമായി. നമുക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാം. കല്യാണം കഴിച്ചു തരുമോ? അത് തന്നെ, അല്ലാതെ പിന്നെ ഇപ്പൊ പരിചയപ്പെട്ട മാമ. എന്താ മാമ ഇപ്പൊ പരിചയപ്പെട്ടില്ലേ ഈ മാമൻ? ഈ മാമനാണ് എന്റെ അച്ഛൻ. എങ്ങനെ? ഇപ്പൊ പരിചയപ്പെട്ടില്ല മാമൻ? ഈ മാമനാണ് എന്റെ അച്ഛൻ. എന്റെ മാമാനെ, യോ പല ട്വിസ്റ്റും കണ്ടിട്ടുണ്ട്. എന്റെ ദൃശ്യം 2 പോലും ഇല്ല. ഈശ്വര, ഇത്രയും വലിയ ട്വിസ്റ്റ്. ഒരു കാര്യം ചെയ്യ, നിങ്ങള് സമയം കിട്ടപ്പോഴത്തേന് അച്ഛമ്മാമനും കൂടെ നേരെ വീട്ടിലോട്ട് വാ. നമുക്ക് ഈ നാണക്കേടൊന്ന് മാറ്റാം. ആയിക്കോട്ടെ കേട്ടോ? മുതലാളി കിട്ടി. മുതലാളി മുതലാളിയുടെ മോള് എവിടെയാണെന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ആഹാ. മുതലാളിയുടെ മോള് തായ്ലാന്റിൽ ഒരു മസാജ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകണം. ഒരു 50,000 രൂപ ഉണ്ട്. അതെടാ, നമ്മൾ അവിടെ പോകുന്നു, ചുറ്റിക്കറങ്ങുന്നു, ആ മോളെ പിടിച്ച് ഇവിടെ കൊണ്ടുവരുന്നു. എന്തിനാ മുതലാളിയാണ് തല്ലിയത്? ഈ നിൽക്കുന്ന എന്റെ മോൾ എപ്പോഴാണ് അങ്ങ് തായ്ലൻഡിൽ പോയത്? അത് എന്റെ കുഴപ്പമാണോ? അല്ലടാ, എന്റെ കുഴപ്പമാ. എന്റെ വരയിട്ടെ. Comedy Masters.